സിപിഐഎമ്മിന്റെ നിയമസഭയിലെ മുസ്ലിം വിരുദ്ധ പ്രചാരണം തുറന്നുകാട്ടിയതാണ് ദാവൂദിനെ വേട്ടയാടുന്നത്. ഒരു UDF നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞു കേൾക്കുന്നത് ഇന്നത്തെ അവരുടെയൊക്കെ പ്രതികരണമായി കാണുന്ന വാചകമാണ്. നോക്കൂ, NDF-നെയാണ് വിമർശിക്കുന്നത് കണ്ണൻ നിയമസഭയിൽ. ആ രേഖയിൽ അത് പൂർണ്ണമായും ഉണ്ട്. അങ്ങനെ NDF എന്ന വർഗീയപരമായ സംഘടനയെ വിമർശിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിം വിമർശനവും മലപ്പുറം വിരോധവും ഒക്കെ ആകുന്നത്? അല്ല, എനിക്ക് ആദ്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് അസിത, കേരളത്തിലെ ഒന്നാമത്തെ രാഷ്ട്രീയ പാർട്ടി അത് CPM തന്നെയാണ്. ആ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി മുതൽ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള ചാനൽ കൈരളി ഉൾപ്പെടെ ഒരു മാധ്യമ പ്രവർത്തകരെ ഇങ്ങനെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്നത് അത് യഥാർത്ഥത്തിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് അതിന് വിമർശിക്കാൻ അവകാശമില്ലേ? നിങ്ങൾ ആശയപരമായി ആദർശപരം ഇത്ര പാപ്പരത്വം CPM-ന് നേരിടേണ്ടി വന്നോ? നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്തു പറ്റി? 2026 തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെടുമെന്നുള്ള എന്തെങ്കിലും മുൻകൂട്ടിയുള്ള നിങ്ങൾക്ക് ധാരണ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒന്നുമല്ലാത്ത, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഏതെങ്കിലും സംഘടനാ നേതാവോ അല്ലാത്ത ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ അദ്ദേഹത്തിന് നിയമസഭാ രേഖയിൽ നിന്ന് തോന്നിയിട്ടുള്ള കാര്യത്തെ വിശകലനം ചെയ്തതിന് നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ചാനൽ ചർച്ചക്കെടുക്കുന്നു, CPM-ന്റെ സെക്രട്ടറി വിമർശിക്കുന്നു, CPM-ന്റെ താഴേക്കടിയുള്ള പ്രവർത്തകൻ വരെ വളരെ നിശിതമായി വിമർശിക്കുന്നു. വണ്ടൂരിൽ അദ്ദേഹത്തിന് കൈവെട്ടും കാൽവെട്ടും എന്ന് പറഞ്ഞ് പ്രകടനം നടത്തുന്നു. നിങ്ങൾ നോക്ക്, നിങ്ങളും ഈ RSS-ഉം തമ്മിൽ ഇപ്പോൾ എന്ത് വ്യത്യാസമാണ്? പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ്. എന്തിനാണ് അഭിപ്രായ പ്രകടനം നടത്തിയ മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ വേട്ടയാടിയത് എന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കാം. പക്ഷേ യാഥാർത്ഥ്യം അല്ല ഷാക്കിർ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ സഭാരേഖകളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറയുന്ന ഏതൊരാൾക്കും, അത് ഞാനാണെങ്കിൽ പോലും ഈ തരത്തിൽ ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് അഭിമുഖീകരിക്കേണ്ടി വരും. അതിലെന്താണ് തർക്കമുള്ളത്? ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് വിഷയത്തിലേക്ക് വരാമല്ലോ. വിഷയത്തിലേക്ക് വരാം. ഒരു മിനിറ്റ് ഷാക്കിർ, ഞാൻ വരാം. ഷാക്കിറിലേക്ക് തന്നെയാണ് വരുന്നത്. നോക്കൂ, അന്ന് N കണ്ണൻ നിയമസഭയിൽ ആ വിഷയം പറയുന്നത് തന്നെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു സ്പെഷ്യൽ മാരേജിന്റെ പേരിൽ, ഒരു സ്പെഷ്യൽ മാരേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് മുതൽ അദ്ദേഹം ഇങ്ങോട്ട്, എൻ്റെ കയ്യിൽ ആ രേഖയുണ്ട്, അതിപ്പോൾ എല്ലാവരും വായിച്ചിട്ടുള്ളതായതുകൊണ്ട് അത് കൃത്യമായി വായിക്കണം എന്നുള്ളതാണ്. വേണമെങ്കിൽ ഞാൻ അടുത്ത ഘട്ടത്തിൽ വായിക്കാം. എന്തായാലും അതിനെക്കുറിച്ചാണ് N കണ്ണൻ പറയുന്നത്. അതിന്റെ തുടർച്ചയായി NDF ചെയ്യുന്ന ഭീകരവാദ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ C ദാവൂദ് ആ വീഡിയോയിൽ ഏറ്റവും അവസാനം പറയുന്നത് പോലെ ഈ കടകളിൽ ക്രിസ്ത്യാനികൾ സ്റ്റാർ വാങ്ങുന്നതിനെ കുറിച്ചും അയ്യപ്പ സീസണിൽ ഹിന്ദുക്കൾ കറുത്ത വസ്ത്രം വാങ്ങുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നത് NDF അങ്ങനെ പറയുന്നു. NDF-ന്റെ വെർഷനായിട്ടാണ് അത് പറയുന്നത്. പക്ഷെ ദാവൂദ് എന്താണ് ചെയ്യുന്നത്? അത് കണ്ണൻ പറഞ്ഞ മാതിരി അവതരിപ്പിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരാൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ ഷാക്കിർ? അതിലെന്താണ് തർക്കമുള്ളത്? നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കണം. നിങ്ങൾ VPP ഉത്സവം പറഞ്ഞ് ഇടപെട്ടിട്ടില്ല. ഓക്കെ, ഞാൻ പറയാം. അതായത് ഇനി ദാവൂദ് പറഞ്ഞത് വസ്തുതാപരമായ പിശകാണ് നിങ്ങൾക്ക് തോന്നിയതെങ്കിൽ, ഞാനൊക്കെ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിലെ CPM-കാരല്ലാത്ത എല്ലാവരും മനസ്സിലാക്കിയത് ദാവൂദ് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഇനി നിങ്ങളുടെ വാദം ശരിവെച്ചുകൊണ്ട് തന്നെ അങ്ങനെയാണെങ്കിൽ പോലും ഇങ്ങനെ ഒരു പ്രധാന പാർട്ടി ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയല്ലെന്ന് പറയാൻ നിങ്ങളടുത്ത് ചാനലുണ്ട്, നിങ്ങളടുത്ത് സംവിധാനങ്ങളുണ്ട്, നിങ്ങളടുത്ത് പലജാതി ഓപ്ഷനുകളുണ്ട്. അതിന് പകരമായി ഒരു തരം ഫാഷിസം, ഗുണ്ടായിസം കാണിക്കുന്നത് ശരിയാണോ? മറ്റൊരു കാര്യം ചോദിക്കും. ഇപ്പോൾ അസിത പറഞ്ഞൊരു കാര്യമില്ലേ, 99 മാർച്ച് 26 മലപ്പുറത്തെ മാധ്യമങ്ങളും മാതൃഭൂമി, മനോരമ ഉൾപ്പെടെയല്ലേ കേരളത്തിലെ ചില പത്രങ്ങളും ഈ N കണ്ണന്റെ വിവാദമായ നിയമസഭയിലെ ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, അതിന് പ്രസിഡന്റ് ലവ്ലി ഹംസാജിയുടെ പ്രസ്താവന എല്ലാ പത്രങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കണം, അന്ന് C ദാവൂദ് ഈ വിഷയം അഡ്രസ് ചെയ്തിട്ടില്ല, ഉയർത്തിക്കൊണ്ടുവന്നിട്ടില്ല. അന്ന് ആരും ഇത് വിവാദമാക്കിയിട്ടില്ല. അന്ന് സോഷ്യൽ മീഡിയകൾ ഇല്ലാത്തൊരു കാലത്ത്, ചാനലുകളും ഇത്രത്തോളം ആയിട്ടില്ലാത്തൊരു കാലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജില്ലാ പ്രസിഡന്റ് ലവ്ലി ഹംസാജി ഇപ്പോഴുടെ പ്രസ്താവന എല്ലാ മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്. മലപ്പുറത്തെ കടകളിൽ കറുത്ത തുണി വിൽക്കാൻ പാടില്ല എന്ന് ഒരു തീവ്രവാദ സംഘടനയുടെ ഭീഷണിയുണ്ട് എന്ന് N കണ്ണൻ നിയമസഭയിൽ പറഞ്ഞത് തെറ്റാണ്. അങ്ങനെ ഒരു ഭീഷണി മലപ്പുറം ജില്ലയിലെ ഒരു കടകളിലും ആരും നൽകിയിട്ടില്ല. എന്തടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള വർഗീയ വിദ്വേഷ പരാമർശം വണ്ടൂരിലെ MLA നടത്തിയത് എന്ന് അദ്ദേഹം വിശദമാക്കേണ്ടതുണ്ട്. അദ്ദേഹം മാപ്പ് പറയേണ്ടതുണ്ട് എന്ന് 1999 മാർച്ച് 26 മലപ്പുറം ജില്ലാ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ലവ്ലി ഹംസാജി പ്രസ്താവന നടത്തിയത്. ഇപ്പോഴും ഇന്ന് നമ്മളൊക്കെ സോഷ്യൽ മീഡിയ കണ്ടല്ലോ, പത്ര കട്ടിങ്, അത് ചന്ദ്രികയോ വേറെ ഏതെങ്കിലും പത്രങ്ങളോ അല്ല, മാധ്യമമോ അല്ല, മറിച്ച് മാതൃഭൂമിയും മനോരമയും ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദാവൂദാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്?
അസിത മനസ്സിലാക്കേണ്ടത് അന്ന് മുഖ്യമന്ത്രി നായനാർക്ക് വേണ്ടി ധനകാര്യമന്ത്രിയായിരുന്ന ശിവദാസ മേനോൻ കൊടുത്ത മറുപടിയുണ്ട്. അതും ലഭ്യമാണല്ലോ. അസിത വായിച്ചിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുന്നു. ആ മറുപടിയിൽ പറയുന്നത് എന്താണ്? ഒരു മിനിറ്റ് പറയട്ടെ പ്ലീസ്. പറഞ്ഞു വന്ന വിഷയം പറഞ്ഞു കഴിഞ്ഞല്ലോ ഷാക്കിർ. ഇപ്പോൾ ഷാക്കിർ പോലും പറയുന്നത് എന്താണ്? അല്ല ഷാക്കിർ, ഇപ്പോൾ ഷാക്കിർ പോലും പറയുന്നത്, ഇപ്പോൾ ഷാക്കിർ അത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഷാക്കിർ പോലും പറയുന്നത് അന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടേതായി വന്ന പ്രതികരണത്തിൽ പോലും ഒരു തീവ്രവാദ സംഘടനയുടെ ഭാഗത്തു നിന്ന്, അത് NDF ആണ്, NDF-ന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വിലക്കുണ്ടായിട്ടില്ല എന്നവർ പറയുന്നതായാണ് ആ പത്രം റിപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പോൾ തന്നെ ക്ലിയർ ആണ്. അപ്പോൾ അത് കണ്ണന്റെ പ്രസ്താവനയല്ല, NDF-ന്റേതാണ്. അപ്പോൾ അതേ പ്രശ്നം. പക്ഷെ ദാവൂദ് അതിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചത്? സി ദാവൂദ് അതിനെ എങ്ങനെയാണ് അവതരിപ്പിച്ചത് ഷാക്കിർ? അതാണല്ലോ പ്രശ്നം.